വട്ടൊക്കെ മാറിയോ? പിന്നെ എന്നേ മാറി. അങ്ങനെ വട്ട് മാറിയ സമയത്ത് കണ്ണനെ വിളിച്ച് അച്ഛൻ നടന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഏയ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു. വട്ടുമാറി വന്നതിന് ശേഷമല്ല, അതിനു മുൻപ് ഇങ്ങേരി കണ്ണനോട് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നൊക്കെയാ കണ്ണൻ പറയുന്നത്. പക്ഷെ എപ്പോഴാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അതെന്താ അറിയാത്തത്? ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കിടന്നപ്പോ മുതല് സത്യങ്ങള് കണ്ണനെ അറിയിക്കാൻ വലിയ ആവേശമായിരുന്നല്ലോ. അതിനുവേണ്ടി ആരുടെ എല്ലാം കൈയും കാലും പിടിച്ചതാ. അന്ന് 7-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞ് കണ്ണൻ ഇങ്ങോട്ട് വന്നല്ലോ മോളെ. ആ സമയത്ത് ഞങ്ങൾ ആരും കാണാതെ കണ്ണൻ ഇങ്ങേരെ കണ്ടിരുന്നു. ആ നേരത്ത് സത്യങ്ങൾ ഇങ്ങേരെ വിളിച്ചു കൂവിയത്. അതിനുശേഷം കണ്ണൻ ആർക്കും മുഖം കൊടുത്തിട്ടില്ല, ലക്ഷ്മിക്ക് പോലും. ലേഖയോടും അനന്തുവിനോടും ഒക്കെ തീർത്താ തീരാത്ത ദേഷ്യവും പകയും ഉണ്ടായിരുന്നു. ഇപ്പോഴാ അതൊക്കെ ഒന്ന് കെട്ടടങ്ങിയത്. ഇതൊന്നും എനിക്ക് അറിയാത്ത കാര്യങ്ങളാ മോഹിനി. മനസ്സാ വാച. നിർത്ത. കുറച്ചു ദിവസം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നില് ഒരു കോമാളിയായിട്ട് നടക്കുമായിരുന്നു. ഇനിയിപ്പോ കണ്ണന്റെ കണ്ണില് അയാളുടെ അച്ഛന്റെ കൊലയാളിയുടെ മകളാ ഞാൻ. അയാൾ അതിന്റെ ദേഷ്യം ഏതൊക്കെ രീതിയിൽ തീർക്കുന്നു പറയാൻ പറ്റില്ല. ഇപ്പോ ദേ ഇങ്ങനകത്തായേനെ. പിന്നെ നിന്റെ ഉണ്ണിയുടെയൊക്കെ ജീവിതം തകരുമെന്ന് ഓർത്തിട്ടാ കണ്ണൻ ആരോടൊന്നും പറയാത്തത്. ഇങ്ങനൊരു രഹസ്യം ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം അയാളുടെ മുന്നില് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല. മോളെ, ഇനി കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മോൾ ഒന്ന് തല താഴ്ത്തി നിൽക്കുന്നത് നല്ലതാ. നാണോ ഇല്ലേ അച്ഛനിത് പറയാൻ? അന്ന് എന്തായാലും ആക്സിഡന്റ് ഉണ്ടായി. ആ സമയത്ത് ഉണ്ണിയേട്ടന്റെ അച്ഛൻ മാത്രം പോയാ പോരായിരുന്നു, കൂടെ കണ്ണനും പോണായിരുന്നു. അങ്ങനെ അയാളും കൂടി പോയിരുന്നെങ്കിൽ ഇന്ന് എനിക്കിങ്ങനെ പിശാചിനെ പോലെ നടക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. അങ്ങനെ ഒരു നല്ല കാര്യം നടന്നിരുന്നെങ്കിൽ കണ്ണന്റെ ഭാര്യയായിട്ട് മഹാലക്ഷ്മി വരില്ലായിരുന്നു. അവൾക്ക് ഈ സൗഭാഗ്യങ്ങൾ കിട്ടില്ലായിരുന്നു. ഇനിയെങ്കിലും നിനക്കൊന്ന് നേർവഴിക്ക് ചിന്തിച്ചൂടെ കരുണേ? ചിന്തിക്കാൻ പറ്റുന്നില്ല. കല്യാണത്തിന് മുൻപ് വരെ എന്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തന്നവരാ എന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ. എന്നാൽ അതിനുശേഷം ദേ ഈ നിൽക്കുന്ന എന്റെ അച്ഛനെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാതായിരിക്കുക. ഇനി അവിടെ പോയിട്ട് അയാൾ എന്താ പറയുന്നതെന്ന് വെച്ചാ കേൾക്കാം. ഒരു വാമനും പ്രതാപനും കൂട്ടുകാര് രണ്ടുപേരും കൂടി എന്റെ ജീവിതം തൊലച്ചു. പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ പ്രയോജനം? 1 കിലോ സ്വർണ്ണം എടുത്തു വെച്ചിട്ടുണ്ടോ തന്നുവിടാൻ? കണ്ണനോടും കണ്ണന്റെ അച്ഛനോടും ചെയ്ത കൊടും ചതിക്ക് നിങ്ങളുടെ മകള് തന്നെ നിങ്ങളെ തള്ളി പറയും.